ആദ്യം ഓരോ കളർ വേണമെന്ന് ചൂസ് ചെയ്യട്ടെ. ഏത് കളറാണ് നമുക്ക് എടുക്കാം? ഒരു പിങ്ക് കളർ മതി. ബ്ലാക്ക് ഒക്കെ ആയിരുന്നു, അല്ലെങ്കിൽ ഗ്രീൻ ആക്കാം, അല്ലെങ്കിൽ ഒരു ബ്ലൂ കളറൊക്കെ ആയിരുന്നു, അല്ലെങ്കിൽ ഗ്രീൻ ആക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ മതി. ആ രസം ഫ്ലാഗ്സ് നിർമ്മിക്കുക. നമ്മൾ പിന്നെ പണ്ടേ നിർമ്മിക്കുന്നതാണല്ലോ. ഇത് എന്താ ചെയ്യേണ്ടത്? ഓഹോ, സ്പോൺസറി ഇങ്ങനെയാണ്. അതെ, ഇവിടെ പോയി കളറിന് ഇപ്പം ചെയ്ത് കൊടുക്കും. ഇതൊരു ഡിസൈൻ, ഈ ഡിസൈൻ പോലെ. ആ അല്ലേ അല്ലേ. ഓക്കെ, അപ്പം നമ്മൾ നോക്കാം. നമ്മൾ വണ്ടി ഓടിക്കാൻ പോയാലോ? അതിനും മുമ്പ് നോക്കട്ടെ. വീട്ടിനുള്ളിലേക്ക് ഓക്കെ, ഇത് നമ്മൾ എന്താക്കണം? ഇത് ഞാൻ നേരത്തെ താത്തിന് വീഡിയോ എടുത്തതെന്ന് അറിയില്ല. നല്ല വൃത്തിയിലാണ് താത്തിന്, പക്ഷെ രണ്ടോ ഇപ്പം റെഡി ആയി. ഇപ്പം മനസ്സിലായി, കളി ആരംഭിക്കുക. എല്ലാം കൂട്ടിയിട്ട് കണ്ടോ പണ്ടിൻ്റെ ലുക്ക്. സ്പീഡോ കൊണ്ട് കുറച്ച് പോലെ എല്ലാ സൗണ്ടായി പറഞ്ഞില്ല. ഇടിച്ചത് അടുത്തിട്ട് വണ്ടിയാണ് ഡബിൾ പേ അങ്ങനെ. ആക്സിഡന്റ് തോട്ടാൻ മുടിയില്ല. വണ്ടി ഇവിടെ പോകുന്നുണ്ടാവും. ഇനി കടത്തി വിട്ടിട്ട് വണ്ടി വരാൻ പറ്റുന്നു. ഇനിയാണ് കഥ ആരംഭിക്കുന്നത്. അയ്യോ, ഈ വണ്ടി ഇടിച്ച് ശരിക്കത്തെ സംഭവമാണ്. വണ്ടി എന്താണെന്ന് അറിയാൻ വണ്ടി ഇടിച്ച് സൂപ്പറായില്ലേ? അപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കാൻ പോവാണ്. നേരെ ടേൺ ഓണഞ്ചിൽ വണ്ടി സ്പീഡ് ഒന്നും കാണാത്ത ഇത് കണ്ടു നിൽക്കുമ്പോൾ ലൈക്ക് കൂടെ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. തരണോ തിരിച്ചാൽ ഓടണം. ഇതിങ്ങോട്ട് കേട്ടാ പോണേ. എങ്ങനെ ഇരിക്കണം? ഏടെങ്കിലൊക്കെ പിടിക്കുന്നു. ആ ഇരുട്ടിലൂടെ ലൈറ്റ് ഒന്നും ഇട്ടിരിക്കുന്നു. റിവേഴ്സ് എടുക്കുന്നു. വണ്ടി പുകയുന്നു. ഇവിടെ ആരാ സ്മോക്ക് ചെയ്തത്? ഇതൊക്കെ കൂട്ടിയിട്ടെന്താ ആരോ
ഇങ്ങനെ കണ്ടു. നേരപ്പോട്ടെ നേരപ്പോട്ടെ ഉണ്ടാവുള്ളൂ. വേഗം പോട്ടെ. വണ്ടിയാണ് പോകുന്നത്. മാപ്പ് കണ്ട ഞാൻ ആദ്യം മാപ്പ് തൊട്ടിക്കുന്നത്. കളി ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം. മെനുവിലേക്ക് ഒന്ന് പോകണം. ആവശ്യമുണ്ട്. അതൊന്നും നിങ്ങളെ കാണിക്കില്ല. ഞാൻ പുതിയ വണ്ടി വാങ്ങിയല്ല. വണ്ടി ഒന്ന് മോഡിഫിക്കേഷൻ ചെയ്താൽ നമ്മൾ ആ രാത്രി പോയ പോക്കില്ലേ രാവിലെയായി. മനസ്സിലായോ? കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക. ഞാൻ പാട്ട് കഴിക്കട്ടെ. വണ്ടി സ്പീഡ് പോട്ടെ. ഈ വണ്ടി പേടടിക്കുകയാണ്. അപ്പം വീഡിയോ ഇപ്പം നിർത്തും. നിങ്ങൾ സമാധാനമാണെന്ന് എനിക്കറിയാം. പക്ഷെ വീഡിയോ കാണണേ. ആടെ പിരിവാരുണ്ട്. ഇതിലൂടെ ഒളിപ്പിച്ചങ്ങ് പോകണം. 55 രൂപ പിടിക്കും. അതാ പിടിച്ച്. അയ്യോ, രണ്ടും പിടിച്ച്. 55 110 ഉറുപ്പ്യ. ഓവർടേക്ക് കാര്യം ഇവിടെ ജീവിച്ചിരിക്കില്ല. ഓവർടേക്ക് ചെയ്യണ്ട. വെള്ളക്കാരനായി പിന്നെ പോയാ ഒരു എന്തൊട്ട് സ്പീഡ്. അത് എൻ്റെ ആക്സിലേറ്റർ പവറൊന്നും അറിഞ്ഞൂടാ. സ്പീഡിലങ്ങ് പോഞ്ഞേ. റെസ്റ്റോറൻറ്റിൽ നിർത്തണം. റെസ്റ്റോറൻറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അടുത്ത് പൈസ പിടിക്കുന്ന സ്ഥലമല്ല. നല്ല വണ്ടി നല്ല വണ്ടി. പക്ഷെ എറിഞ്ഞ വണ്ടി എടുക്കാനാവില്ല. അതിനാളെ മുമ്പിലോട്ട് ഇട്ടിച്ചങ്ങോട്ട് നിർത്തി ആളെ പിടിച്ചങ്ങോട്ട് കുത്തി വണ്ടി അങ്ങോട്ട് എടുത്ത് വണ്ടി കൊണ്ട് ഡ്രിഫ്റ്റൊക്കെ ചെയ്തിട്ട് പോയിന്. സുന്ദരവളം. അത് നമ്മളിത് ഇങ്ങോട്ടാ പോകുന്നത്. എന്ത് ചേരാത്? കുറേ നേരമായി വളയ്ക്കുന്നു. ഈ വണ്ടി പെട്രോൾ അടിക്കേണ്ട ആവശ്യമില്ല. അതോ കുറേ നേരമായി വണ്ടി വന്നു. അതാ പിന്നെ ഈ വെള്ളവണ്ടി കയറി. ഈ വെള്ളവണ്ടിയും ഇതാണ് വിഷയം. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് നിൽക്കുക. വെള്ളവണ്ടി എടുത്ത് കൊണ്ട് കയറായി. 55 ഉറുപ്പ്യ പിടിക്കാൻ വരട്ടെ വരും. കാണിച്ചാലേ. അതാ വൻ ബ്ലോക്ക്. വൻ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ വൻ ബ്ലോക്ക്. നമ്മൾ ഓവർടേക്ക് ചെയ്യണം. ഓവർടേക്ക് ചെയ്തതിൻ്റെ പേര് വണ്ടി ഇടിച്ച് നമുക്ക് നിർത്തണം. ആ വണ്ടി ഓരോരോ ഓവർടേക്ക് ചെയ്തിട്ട് നിർത്താം. അങ്ങനെ അതിൻ്റെ ഒരു വെള്ള വണ്ടി കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു. ഏതോ ഒരു പൊട്ട വണ്ടിയാണ്. നമ്മളെ ഉള്ള വണ്ടി റോൾസ് റോയ്സറാണ്. ഇല്ലേ ഇപ്പം കാണാൻ പറ്റിയിട്ടുണ്ട്. 55 പോയി. ഈ സ്ഥലത്തിൻ്റെ പേര് ഓനെന്താ പൈസ പിടിക്കണ്ട? നമ്മൾ പൈസ ആദ്യം മറ്റൊരു വീട്ടിൽ മറ്റൊരു ഇരുപടി സ്പീഡ് 110 120 180 പറയൂ. എൻ്റെ സ്പീഡിൽ പോട്ടെ. അയ്യോ എന്തായാലും വെള്ളവണ്ടി സ്പീഡ് നിന്നുള്ള വണ്ടി മോശം. 55 ഉറുപ്പ്യ ഇട്ടോ നമ്മളെ കണ്ടത്തിണ്ടായി. ഇനി വണ്ടി എന്നാ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം ഈ കത്തീൻ്റെ പുറകിൽ എന്താന്നു.